ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അപ്പൊ ആ ചാനലിനകത്തായിരിക്കും നമ്മള് ഇഷിതയുടെ, മഹേഷിന്റെ, അബിയുടെയും, ജാനകിയുടെയും, വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും കൂടെ ആ വിശേഷങ്ങൾ കാണുന്നവര് ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതോടൊപ്പം തന്നെ മെസ്സേജിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഇട്ടേക്കാം കേട്ടോ. അപ്പൊ അതും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിൽ ചെന്നിട്ട് ആദർശം നയനയൊക്കെ വരുമ്പോൾ കഴിക്കാനുള്ള പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ചു വെക്കുവാണ്. അപ്പൊ ഇതെല്ലാം കണ്ടോണ്ട് ജലജ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ചെയ്യ് ഇന്ന് അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ ജലജ അവിടെ മാറി നിന്നു. പിന്നീട് ദേവേനി അതൊക്കെ കലക്കി വെച്ചതിന് പോയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് വയറ് കേടാക്കുന്ന പൊടിയെടുത്തു. ആ പൊടി എടുത്തിട്ട് ആ മാവിനകത്തേക്ക് ഇടുവാണ്. ആ മാവിനകത്തിട്ട് നന്നായിട്ട് കലക്കി. ഇന്നെല്ലാത്തിന്റെ വയറ് കേടാ കണ്ടു. മരുമോളും മോനും ഒക്കെ എല്ലാം ഓടിപ്പാഞ്ഞ് നടക്കുന്ന കാഴ്ച കാണാം. കുറെ നാളായി അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. ഇന്ന് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടിയത്. പോരാത്തന് അമ്മായിമ്മ മരുമോളും തമ്മിൽ ഉങ്കം പടയായിക്കോളും. അമ്മായിമ്മ മരുമോളുടെ വയറ് കേടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് കലർത്തിയതാന്ന് എല്ലാരും വിചാരിക്കുള്ളൂ. അതോടുകൂടി അവരടിയാകും. തനിക്ക് കണ്ട് രസിക്കുകയും ചെയ്യാം. ആ ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് ദേവയാനയുടെ ആ ക്രൂരതയൊക്കെ ജലജ ചെയ്യുന്നത്. പിന്നീട് ജലജ അതെല്ലാം മാവിനകത്ത് കലക്കി വെച്ചിട്ട് അന്തസ്സായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ജൂലറിയിൽ നയൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു പക്ഷെ തന്നെ രക്ഷിക്കാനായിട്ട് ആ മെസ്സേജ് അയച്ച ആരാ? ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ. എന്താണെങ്കിലും നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്, നന്ദു കണ്ടുപിടിച്ച് തരുമായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ. അല്ല ആദർശേട്ടാ, ആ മെസ്സേജ് ആരാ അയച്ചെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നു. ഓ, ആ വിഷയം വിടാറായില്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ആരോ ഒരാൾ ചെയ്ത പരിപാടിയാ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായില്ലേ, നമുക്കൊരു ആപത്ത് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമെന്ന്. അത് ശരിയാ. എന്നാലും അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ താൻ ഡിസൈൻ ചെയ്ത ആ പുതിയ ഇതില്ലേ, നെക്ലേഴ്സിന്റെ, അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരും ഇതിലായിട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഈ വിഷുവിന് നല്ല കളക്ഷൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോ നയൻ പറഞ്ഞു, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ അത്രയ്ക്കൊന്നുമില്ല പോലും. ഈ വിഷുവിന് കുറെ ഇത് കിട്ടും. കാരണം ചെറിയ തോതിലൊന്നും ആയിരിക്കില്ല. നീയും ഡിസൈൻ ചെയ്യാൻ കയറിയിട്ടൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഇത്തവണ ഒരു പേടിയില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അങ്ങനെ ആദർശേട്ടൻ എന്നെ പുകഴ്ത്തൊന്നും വേണ്ട. ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം ആദർശേട്ടനാന്ന് പറയാം. എനിക്കോ? പിന്നല്ലാതെ. ആദർശേട്ടൻ ഈ കമ്പനീനെ ഇത്ര ഉയർത്തിക്കൊണ്ട് വന്നേന്ന് പറയാണ്. മുത്തശ്ശന് അത്ര ഇതുള്ളതുകൊണ്ടല്ലേ. മുത്തശ്ശൻ അറിയായിരുന്നു ആദർശന്റെ കൈകളിലെ കമ്പനി സുരക്ഷിതമായിരിക്കും. അതുകൊണ്ടല്ലേ ആദർശനെ കമ്പനി ഏൽപ്പിച്ചെന്ന് ചോദിക്കുക. പിന്നെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാ. ആദർശേട്ടാ, എനിക്കറിയാം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറെ നാളായല്ലേ വീട്ടിലേക്ക് വന്നിട്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഞാൻ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. കമ്പനിയുടെ വളർച്ചയാണെങ്കിലും എല്ലാ കാര്യത്തിലും ആദർശേട്ടനോട് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ആണെങ്കിൽ ഒരു വിശ്വാസവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ആദർശയുടെ ആത്മാർത്ഥം കൊണ്ടാ. അത് കമ്പനിയോടാണെങ്കിലും ശരി, ചെയ്യുന്ന ജോലിയോടും വീട്ടിലാണെങ്കിലും ശരി, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് 100% കൊടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം കമ്പനി ഇപ്പൊ ഇത്രയും വലിയ രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു പറയാം. ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ചെറുതിലെ മുതലാണെങ്കിൽ ഞാനും അനിയൊക്കെ കളിച്ചു വളരുന്ന സമയത്തും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നോട് പ്രത്യേക ഒരു വാത്സല്യം കൂടുതലുണ്ടായിരുന്നു. കാരണം അതെന്താന്ന് മാത്രം എനിക്കറിയില്ല. പക്ഷെ വളർന്നു വന്നപ്പോൾ കമ്പനി എന്നെ ഏൽപ്പിക്കാൻ സമയത്ത് ഞാൻ അത് അച്ഛനും ഇളയച്ചനോടൊക്കെ അവർക്ക് കൊടുത്താൽ മതി, എന്നെ ഏൽപ്പിക്കേണ്ടെന്ന് പറഞ്ഞ. പക്ഷെ മുത്തശ്ശൻ സമ്മതിച്ചില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അതുകൊണ്ടെന്താ, കമ്പനി ഇത്രമാത്രം ഉയർച്ചയിൽ എത്തിയില്ലേ. മുത്തശ്ശൻ അറിയാം ഓരോരുത്തർ എവിടം വരെ എത്തും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം. അതുകൊണ്ടാ ആ വേണ്ടുന്ന കൈകളിൽ തന്നെ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നു പറയണം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, എന്നെ കുറെ സമയമായിട്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ. പുകഴ്ത്തിയതല്ല ആദർശേട്ടാ, ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ എന്നൊക്കെ നയന പറയണം. പിന്നീട് ആദർശ് പറഞ്ഞു, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇവിടുന്ന് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ട് പോകണ്ടെന്ന്, വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി. അമ്മ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ നയനയൊന്ന് ചിരിച്ചു. ആദർശ് പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, അമ്മയ്ക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയാം. നയന പറഞ്ഞു, നല്ല കാര്യമല്ലേ അത്. പക്ഷെ എന്നോടുള്ള സമീപനം അതും കൂടെ ഒന്ന് മാറുമായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അധികം വൈകാതെ തന്നെ അതൊക്കെ മാറും, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയണം. പിന്നീട്
അനന്തപുരിയിലേക്ക് അനാമികയുടെ അച്ഛനെയും അമ്മയും കൂടെ വരുവാണ്. അങ്ങനെ വന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോൾ അനാമിക ചെന്ന് കഥ തുറന്നേ. വേണുവിന്റെ രേവതിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇതെന്താ അച്ഛനമ്മ? അച്ഛനമ്മ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു മുന്നറിയിപ്പും ഇല്ലാതെന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ ഇടയ്ക്കൊന്ന് കാണണ്ടായോ? കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മാത്രം പോലല്ലോ, ഇടയ്ക്ക് വന്ന് സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേന്ന് ചോദിക്കും. കയറി വരാൻ പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ്. മോൾക്കൂടെ സുഖമാണോന്ന് ചോദിക്കാം. സുഖമാണോന്ന്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ ഇവിടെ വലിയ വലിയ വിശേഷങ്ങളല്ലേ. ഒരുത്തി ഇവിടെ ജ്വല്ലറിയിലെ പോയേക്കുക, മെയിൻ ഡിസൈനർ ആയിട്ട് അവൾ ഇങ്ങനെ അവിടെ വിലസിക്കൊണ്ടിരിക്കുക. അതാ ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയാം. അപ്പോഴേക്ക് വേണം ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ദേവന് പെട്ടെന്ന് ചോദിച്ചാൽ, അല്ലെ എന്ത് പറ്റി രണ്ടുപേരും കൂടെ മുന്നറിയിപ്പും ഇല്ലാതെ? മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അവള് ജീവനോടെ ഉണ്ടോന്ന് ഇങ്ങോട്ട് ഇടയ്ക്ക് വന്ന് നോക്കണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ദേവേനെ ചന്ത അങ്ങനെ പറഞ്ഞേ. അല്ല, അങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെയാണല്ലോ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. നേരാമണ്ണം ഫുഡ് കഴിക്കാൻ പോലും പേടിക്കണം. അല്ല ദേവേനെ ചില കാര്യം നിന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പാല് കുടിച്ചിട്ട് പിന്നെ ഇതുവരെ എത്തിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാ ഇങ്ങോട്ട് മോളുടെ കാര്യമൊക്കെ തിരക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഫുഡ് കഴിക്കാൻ പോലും പേടിക്കണമെന്ന് പറയണം. എന്തൊക്കെയാ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, ഇനിയിപ്പോ ആ പേടി വേണ്ടെന്ന് പറയണം. അതെന്താ? ഇവിടെ അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാന്ന് പറയാം. അപ്പോഴേക്കും അനാമി പറഞ്ഞു, ഓ അത് ശരി കേട്ടോ, വല്യമ്മ ഇപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അടുക്കളയില് നല്ല രുചിയാ, ഫുഡിനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്, അതുകൊണ്ട് പേടിക്കാതെ ആഹാരം കഴിക്കാന്ന് പറയണം. അപ്പോഴേക്കും ദേവത, ആണോ എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല, വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്ന് പറയണം. ദേവേന് പറഞ്ഞു, അതെ നിങ്ങൾ ഇരിക്കും, ഞാൻ ചായയും പലഹാരങ്ങളൊക്കെ എടുക്കാന്ന് പറയണം. ഞാൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പറയാം. ആഹാ അങ്ങനെയാണോ? ഇത് കേട്ടപ്പോഴത്തേനും അനാമ പറഞ്ഞു, അതെ വല്യമ്മ ഇപ്പൊ നല്ല പാചകക്കാരിയാ, ഉണ്ടാക്കുന്ന ഫുഡിനും ടേസ്റ്റ് ഉണ്ട്. ദേവേന് പിന്നീട് പലഹാരങ്ങളും ചായയൊക്കെ എടുക്കാനായിട്ട് അകത്തേക്കും കൂടെ കയറി പോവാണ്. ആ സമയത്ത് അനാമികയോട് രേവതി പറഞ്ഞു, മോളെ വല്ലതും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണോ? പിന്നെ ആണോന്നോ? നല്ല രുചിയുണ്ടമ്മേ, ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. പിന്നെ അവളുണ്ടല്ലോ, ആ നയനെന്ന് പറയുന്നവള്, അവളെ അടുക്കള കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ വല്യമ്മ അടുക്കള കയറുന്നതെന്ന് പറയാ. വേണു പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയാ, വിശ്വസിച്ച് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിക്കാലോ എന്ന് പറയാം. കഴിക്കാച്ചാ, പക്ഷെങ്കില് അവള് ഡിസൈൻ ചെയ്യാൻ പോകുന്നോണ്ടുള്ള വിഷമം എനിക്കെന്ന് പറയാം. മോളെ എത്രയും പെട്ടെന്ന് അവളെ ആ ജ്വല്ലറിന് ചാടിക്കണം, അതിനുള്ള വഴി എന്താന്ന് നോക്ക്. പിന്നെ ഇവിടെ അവളെ വീഴ്ത്താത്തതിന് കാരണം എന്താണെന്നറിയാ വച്ചാ, മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, വല്യമ്മയ്ക്ക് അവളുടെ മുഖം കാണുന്ന ഇഷ്ടമില്ല പോലും, അതുകൊണ്ടാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാ അത് കൊള്ളാലോ, അങ്ങനെയാണെ മോളെ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇവിടെ നടിച്ചിറക്കാനുള്ള പരിപാടി നോക്കണം. കുറെ നോക്കിയതാ ഞാനാണെങ്കിലും, ഇതേ അപ്പച്ചയാണെങ്കിലും എൻ്റെ അമ്മായിമ്മയാണെങ്കിലും കുറെ കാര്യങ്ങൾ നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലെന്നേ. അവൾ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാണ്ട് പറ്റുന്നില്ല, ആ ഒരു വിഷമം മനസ്സിലുണ്ടെന്ന് പറയാം. സാരമില്ല, അധികം വൈകാതെ തന്നെ നടക്കും. ഒരു കാര്യം ചെയ്യും മോളെ, നീ ഇനി ഇങ്ങനെ നിൽക്കാതെ ദേ നിന്റെ വല്യമ്മയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ല്, ഞങ്ങൾക്കുള്ള ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് എടുത്തോണ്ട് വരാനൊക്കെ സഹായിക്കാൻ പറയണം. അതെന്താമ്മ അങ്ങനെ? മോളെ അവരെ നമ്പി നിൽക്കണം, അറിയാലോ. അവരെ മണി അടിച്ചു നിന്നിട്ടേ കാര്യമുള്ളൂ, അവരിൽ എന്തേലുമൊക്കെ മോൾക്ക് തരുന്നേ. ഇഷ്ടം പോലെ സ്വർണവും പണമൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ കിട്ടണമെങ്കിലേ അവരുടെ അടുത്ത് പതുക്കെ അടുത്ത് കൂടിയൊക്കെ നിൽക്കണം. നിന്നെ ഭയങ്കര കാര്യമാന്നല്ലേ പറഞ്ഞേ? അത് ശരിയാ, അന്ന് ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ആ സമയം ദേവേനി പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യാനെന്ന് പറ. തന്റെ മരുമോൾക്കും ആദർശമോനും കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഇവറ്റകൾ ഈ സമയത്ത് വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇനിയിപ്പൊ താൻ വേറെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ വിചാരിക്കുവാണ്. ഫ്രിഡ്ജിനകത്ത് കുറച്ച് മാവും കൂടെ ഇരിപ്പുണ്ട്, എടുത്തുണ്ടാക്കാം, അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുവാണ്. അപ്പോഴേക്കും അനാമി അങ്ങോട്ടേക്ക് വന്നു. അനാമി വന്നിട്ട് ഞാനും കൂടെ സഹായിക്കാൻ വല്യമ്മയെന്ന് പറഞ്ഞിട്ട് പലഹാരങ്ങളൊക്കെ എടുക്കാൻ കൂടുകയാണ്. വല്യമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേന്ന് ചോദിക്കുക. എന്തിന്? അല്ല ഇനിയിപ്പം ആദർശനൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് വേറെ ഉണ്ടാക്കണ്ടേ? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, വല്യമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. ആ നയനെന്ന് പറയുന്നവൾ ഉണ്ടാക്കുന്ന പോലെയല്ല. എന്താ നയനെ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല രുചിയില്ലാരും ചോദിക്കും. പിന്നെ രുചി ഉണ്ടായിരുന്നു പോലും, വായി വെച്ച് കഴിക്കാനായിട്ട് കൊള്ളുവോ? പിന്നെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രം കഴിച്ചോണ്ടിരുന്നാന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേന പറഞ്ഞു, അത് നീ തന്നെ പറയാനോടി. നിനക്ക് ഈ പറയുന്ന ഒരു ചായ എങ്കിലും വെക്കാൻ അറിയാവോ? എന്റെ മരുമോൾ അങ്ങനെയല്ല, എന്റെ മരുമോൾ നല്ല അന്തസ്സായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും, എന്ത് രുചിയുള്ള വിഭവങ്ങൾ അവൾ ഉണ്ടാക്കുന്ന അറിയാവോ? അതിന്റെ 7 അയലക്കുത്തിൽ പോകാനുള്ള യോഗ്യത പോലും ഇല്ല എന്നൊക്കെ ദേവേന മനസ്സിൽ പറയാണ്. പിന്നീട് അവര് ചായയും പലഹാരങ്ങളുമായിട്ട് ഹാളിലേക്ക് വരിക. വന്ന് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ദേവേനെ പറഞ്ഞ് കഴിക്കാൻ പറയണം. ആഹാ ഇത് കൊള്ളാലോ, നല്ല കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ദേവേനെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ അടുക്കള കിടന്ന് ഇങ്ങനെ പണിയാനായിട്ട്. ദേവേനി പറഞ്ഞു, അതൊക്കെ ഓരോ ഇഷ്ടങ്ങളല്ലേ, നമ്മൾ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയണം.
പിന്നീട് ചായ കുടിക്കാനും പറഞ്ഞ് ചായയൊക്കെ കൊടുക്കണം. കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു നല്ല രുചിയുണ്ട്, നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ അല്ലാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അനാമികോട് ഞാൻ പറഞ്ഞില്ലേ കൈപ്പുണ്യം ഉണ്ടെന്ന്. പിന്നീട് അനാമികോട് പറഞ്ഞ് മോളും കൂടെ ചായ കുടിച്ച് പഴംപൊരിയൊക്കെ എടുത്ത് കഴിക്കാൻ പറയണം. അങ്ങനെ അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കുമാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി വന്നപ്പം ചോദിച്ചാ ആഹാ എല്ലാരും ചായ കുടിക്കണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞൊരു കാര്യം ചെയ്യടാ, കൈയൊക്കെ കഴുകിയിട്ട് വാ, നീയും ചായ കുടിച്ചോളാൻ പറയണം. അങ്ങനെ അബിയും കൂടെ വന്നിരുന്ന് ചായ കുടിക്കണം. പക്ഷെ ജലജ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. ജലജ ഈ കാര്യങ്ങളൊട്ട് കണ്ടിരുന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ അബിയോട് ഒരു കാരണവശാലും അത് കഴിക്കണമെന്ന് പറയത്തില്ല. കാരണം അബിയോട് കഴിക്കണമെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അബിയുടെ വയറ് കേടാവും എന്നറിയാം. അങ്ങനെ എല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അബിയോട് ചോദിച്ചു ജ്വല്ലറി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു രേവതി ചോദിക്കുക. കുഴപ്പമില്ലാതെ പോണു എന്നൊക്കെ അബിയും പറയാണ്. അബിക്ക് വേറൊന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു പറഞ്ഞു ദേവേനേച്ചി ഉണ്ടാക്കിയാണ്ട് വിശ്വസിച്ച് കഴിക്കാം. ഇപ്പൊ അവളായി വീട്ടിലുള്ളായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും കഴിക്കത്ത് പോലും ഇല്ലായിരുന്നു. മോളെ കണ്ടിട്ട് ഞങ്ങള് വന്ന വഴി തന്നെ മടങ്ങി പോകത്തുണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. ആ ആ കാര്യത്തിൽ ഇനിയൊരു പേടിയുണ്ട്. അല്ല ദേവേനേച്ചി കഴിക്കുന്നില്ലേന്ന് വേണു ചോദിക്കാം. എനിക്കിപ്പോ വേണ്ട, ഉള്ള ചായ മാത്രം മതിയെന്ന് പറഞ്ഞ് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ, ഇപ്പൊ കഴിക്കുന്നില്ല. എല്ലാരും കൂടെ വന്ന് കഴിച്ചും കുടിച്ചും ഇനിയിപ്പൊ തന്റെ മക്കൾ വരുമ്പോ താൻ വേറെ ഉണ്ടാക്കണം. സാരമില്ല, വേറെ മാവെടുത്ത് വേറെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് വയറിനകത്ത് ഒരു ചെറിയ അസ്വസ്ഥയൊക്കെ അബിക്ക് തോന്നുവാണ്. അബി മുറിയിലേക്ക് കയറിപ്പോന്നു. എന്താണെന്ന് അറിയത്തില്ല. ദൈവമേ, ഇന്നാളത്തെ പോലെ വല്ല പണി എന്തേലും കിട്ടിയതാണോ? പറയാൻ പറ്റില്ല. ഇവിടെ ഉണ്ടാക്കുന്ന ആഹാര സാധനത്തിനകത്തൊക്കെ എന്തേലുമൊക്കെ കാണും. അതോർത്ത് അബി ഇങ്ങനെ വയറ് തടവിരിക്കും. ഒരു രക്ഷയില്ല. അബി ബാത്റൂമിലേക്ക് ഓടുവാണ്. ആ സമയം ഹാളില് അനാമികയും വേണു രേവതിയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴും വയറിനകത്ത് എവിടെയോ ഒരു കൊളുത്തിപ്പിടുത്തവും വേദനയൊക്കെ. മോളെ വയറിനകത്ത് നല്ല സുഖം തോന്നില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുക. ഇന്നാളെ ഇവിടെ വന്ന് പായസം കുടിച്ചിട്ട് കിട്ടിയ അനുഭവം അത് ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് പറയാം. ഇനി അങ്ങനെ എന്തേലും ആണോ എന്റെ രേവതി ചോദിക്കുക. അറിയത്തില്ല, എനിക്കും അതുപോലെ തന്നെയാ. രണ്ടുപേരും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടുവാണ്. ആ സമയം അനാമയെ ഇങ്ങനെ ഓർക്കുവാണ്. തന്റെ വയറ്റിലൊരു സുഖം തോന്നില്ലോ, വയറിനകത്ത് എന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവമേ, പണി പാളിയോ, വെല്ലിമ്മ ഉണ്ടാക്കിയ ഫുഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ഓർത്തോണ്ട് അനാമയെ ഓടുവാണ്. അങ്ങനെ അവരെല്ലാം നെട്ടോട്ടം ഓടുവാണ്. ആ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട് ചക്കിന് വെച്ചത് കുക്കിനും ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി. അപ്പൊ ഇനിയിപ്പം വയറ് കേടായി മൂന്ന് സ്ഥലത്തിരിക്കുന്ന കാഴ്ചകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.